തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യുഡിഎഫിന്റെ മിന്നും വിജയത്തിന് നേതൃത്വം കൊടുത്ത യുഡിഎഫിന്റെ കപ്പിത്താൻ ക്യാപ്റ്റനായിട്ടുള്ള വി ഡി സതീശൻ ഈ വിജയം വലിയ പ്രതീക്ഷ നൽകുന്നതാണല്ലേ വരാൻ പോകുന്ന നിയമസഭ? അല്ല, തീർച്ചയായിട്ടും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വേറെ ജോലി ചെയ്യണം, നന്നായി കഠിനാധ്വാനം ചെയ്യണം. അപ്പം 100-ലധികം സീറ്റിൽ ജയിക്കാൻ പറ്റും. ആ ഒരു വലിയ യുദ്ധത്തിന് പോകുമ്പോൾ നമുക്ക് വലിയ ഇന്ധനവും ഊർജവുമാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിജയം തീർച്ചയായിട്ടും. അപ്പോൾ ജനങ്ങൾക്ക് നമ്മളിൽ വിശ്വാസമുണ്ട്, നമുക്ക് കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നവർക്ക് പ്രതീക്ഷയുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾ ചേർത്ത് പറഞ്ഞിരുന്ന മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് ശേഷം ഇറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ അങ്ങനെ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. യുഡിഎഫിന് എവിടെയും പരാമർശിക്കുന്നു പോലുമില്ല. അത് അദ്ദേഹം അന്ന് പല വിഷയങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. അതെല്ലാം അദ്ദേഹത്തിന് തന്നെ പ്രതിരോധത്തിലാക്കി. ഏതെല്ലാം വിഷയമാണ് കൊണ്ടുവരാൻ ശ്രമിച്ചത്? ഒരു വിഷയം കൊണ്ടുവരാൻ നോക്കി, ശബരിമല കളയാൻ വേണ്ടിയിട്ട്. ആ വിഷയം അവസാനം മുഖ്യമന്ത്രി പ്രതിരോധത്തിലായി. കോൺഗ്രസ് നടപടിയെടുത്തു, CPM നടപടിയെടുക്കാതെ ഇങ്ങനെ നേരെ നിൽക്കുകയാണ് മന്ത്രിസഭയിൽ ഉൾപ്പെടെ. അതിൽ അദ്ദേഹം പ്രതിരോധത്തിലായി. ജമാഅത്ത് ഇസ്ലാമിയുടെ വിഷയം കൊണ്ടുവന്നപ്പോൾ 4 പതിറ്റാണ്ടിലധികം കാലമായി ജമാഅത്ത് ഇസ്ലാമിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം ഞങ്ങൾ പ്രൂവ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അടക്കം ഉള്ള തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കി. അപ്പോൾ ഏതെല്ലാം വിഷയം ഞങ്ങൾക്കെതിരെ കൊണ്ടുവന്നോ ആ വിഷയത്തിലെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം പ്രതിരോധത്തിലായി. അതാണ് ഈ തെരഞ്ഞെടുപ്പ് കണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട സെറ്റ് ചെയ്തത് UDF ആണ്, പ്രതിപക്ഷമാണ്. ജനങ്ങൾ അതിന് പൂർണ്ണമായ പിന്തുണ നൽകി. ആ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. ആ വിഷയങ്ങൾ മുഖ്യധാരയിൽ നിന്നും മാറ്റാൻ മുഖ്യമന്ത്രിയും CPM നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയം. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മുതൽ അങ്ങ് പറയുന്ന ടീം UDFന്റെ വിജയമാണെന്നുള്ള ഇതും അവിടെ ആവർത്തിച്ചു. അടിത്തട്ടിൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനം ഗുണം ചെയ്തു. തീർച്ചയായിട്ടും ഈ ലീഡർഷിപ്പിലും UDFലും എല്ലാ കക്ഷികളിലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളിലുള്ള എല്ലാം ഒരു ഏകോപനമാണ് ഇതിന്റെ എല്ലാത്തിനെയും കാര്യം. എല്ലാവരും ഒരുമിച്ച് നിന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാവരും ഒരാൾ പോലും വിശ്രമിച്ചിട്ടില്ല. എല്ലാവരും ഓട്ടത്തിലാണ്. എല്ലാവരും. ഞാൻ അത് UDF ചെയർമാനായതുകൊണ്ട് അത് ഏകോപിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും അവരവരുടെ ജോലി ചെയ്തു. MP-മാർ, MLA-മാർ, പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കൾ എല്ലാവർക്കും ഓരോ ദൗത്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തല, K മുരളീധരൻ, ഇവിടെ എല്ലാ നേതാക്കന്മാരും, CMM ഹസൻ, മുഴുവൻ നേതാക്കന്മാർ, എല്ലാ MP-മാരും MLA-മാരും എല്ലാവരും ചെയ്തു. ഡൽഹി AICCയുടെ ഭാഗത്ത് ഞങ്ങൾക്ക് വലിയ സഹായം ഉണ്ടായിരുന്നു. ഗൈഡൻസ് എല്ലാം ഉണ്ടായിരുന്നു, അവരുടെ പ്രസൻസ് ഉണ്ടായിരുന്നു, KPCCയുടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് എല്ലാവർക്കും കൂടി അവകാശപ്പെട്ട. തിരുവനന്തപുരത്ത് BJP അധികാരത്തിൽ വരാനുള്ള ഒരു ഭൂരിപക്ഷം അവർക്കുണ്ട്. അപ്പോൾ അവിടെ ഒരു നീക്കുപോക്കിനൊക്കെ സാധ്യതയുണ്ടോ? അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടില്ല. ഇക്കാര്യത്തിൽ ഏകോപനത്തോടെയുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് UDFന് ഗുണം ചെയ്തത് എന്നുള്ളതാണ് വി ഡി സതീശൻ നമ്മളോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, റിപ്പോർട്ടർ കൊച്ചി.